ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അകത്തിലെ 11ാമത്തെ എപ്പിസോഡാണ്. സോ കഴിഞ്ഞ എപ്പിസോഡ് ചെക്ക് ചെയ്യാത്തവരൊക്കെ അതൊക്കെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്ലേലിസ്റ്റിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അങ്ങനെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം. എപ്പിസോഡ് തുടക്കം തന്നെ കാണിക്കുന്നത് നമ്മുടെ താൻസ്രോയും അതുപോലെ തന്നെ താൻസ്രോയുടെ കാക്കയും നടന്നുകൊണ്ടിരിക്കുകയാണ്. താൻസ്രോയുടെ കാക്ക പറയുന്നുണ്ട് അടുത്ത അസൈൻമെന്റ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോകും. താൻസ്രോ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് റോഡിൽ ഒരാളെ കാണുന്ന സമയത്ത് അവനൊരു പെണ്ണിനോട് പറയുവാണ്, എന്നെ കല്യാണം കഴിക്കൂ, കഷ്ടമുണ്ട് എന്നെ ഒന്ന് കല്യാണം കഴിക്കുമോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. വേറെ ആരുമല്ല, നമ്മുടെ ജെനിറ്റ്സു ആണ്. മറ്റേ ഡീമൺ സ്ലെയർ കോമ്പറ്റീഷനിൽ വെച്ച് കണ്ടുപിട്ടിയാണ്. ജെനിറ്റ്സുവിന് കിട്ടിയ അവന്റെ കിളി വന്ന് താൻസ്രോയോട് പറയുവാണ്, ഇവനൊരു മണ്ടനാണ്, ഇവനെ കൊണ്ട് ഒരു ഉപയോഗവും ഇല്ല. ഇവനെ ഇപ്പം ആ പെണ്ണിനോട് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്നെ കല്യാണം കഴിക്കുമോന്ന്, എങ്ങനെയെങ്കിലും ആ പെൺകുട്ടിയെ അവിടെ നിന്ന് രക്ഷിക്കുമോ എന്ന് താൻസ്രോയോട് ചോദിക്കുവാണ് ആ കിളി. ഇത് കേട്ട താൻസ്രോ ജെനിറ്റ്സുവിനെ അവിടുന്ന് പിടിച്ചു മാറ്റുവാണ്. എന്നിട്ട് നമ്മുടെ താൻസ്രോ ജെനിറ്റ്സുവിനോട് ചോദിക്കുവാണ്, നീ എന്തുവാണ് ഈ റോഡിൽ കാണിക്കുന്നത്, നീ എന്തിനാണ് ചുമ്മാ കിടന്ന് കരയുന്നേ, നീ എന്തോ ഡീമൺ സ്ലേയേഴ്സിന്റെ വില കളയാൻ വേണ്ടി ഇരിക്കുവാണോ എന്ന് ചോദിക്കുവാണ്. അങ്ങനെ താൻസ്രോ അവിടെ നിന്ന് ആ പെൺകുട്ടിയോട് പൊക്കോളാൻ പറയുവാണ്. ഇത് കേട്ട് ജെനിറ്റ്സു പറയുവാണ്, നീ പോവല്ലേ, നീ എന്റെ ഗേൾ ഫ്രണ്ട് അല്ലേ, നീ എന്നെ കല്യാണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. ഇത് കേട്ട പെൺകുട്ടി ജെനിറ്റ്സുവിന്റെ ചെപ്പ നോക്കി അടിച്ചോണ്ടിരിക്കുകയാണ്. അടി നിർത്തുന്നില്ല, അടിച്ചോണ്ടങ്ങിരിക്കുവാണ്. പെൺകുട്ടി പറയുവാണ്, ഞാൻ എപ്പോഴാണ് നിന്റെ ഗേൾ ഫ്രണ്ട് ആയത്, നീ എന്നോട് വഴി ചോദിച്ചു, ഞാൻ ആ വഴി പറഞ്ഞു തന്നു, അല്ല നിന്നെ എനിക്ക് അറിയത്തുപോലും ഇല്ല, മാത്രമല്ല എനിക്ക് വേറെ ബോയ് ഫ്രണ്ട് ഉണ്ട്, ഞാൻ ഇവിടുത്തെ പോവാന്ന് പറഞ്ഞിട്ട് ആ പെൺകുട്ടി അവിടെ നിന്ന് പോവാണ്. ഇത് കണ്ട് ജെനിറ്റ്സു പോവല്ലേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജെനിറ്റ്സു താൻസ്രോയോട് പറയുവാണ്, നീ കാരണമാണ് ആ പെണ്ണ് പോയത്, മര്യാദയ്ക്ക് എനിക്കൊരു കല്യാണം കഴിപ്പിച്ച് തന്നോ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ചത്തു വന്നു നമ്മുടെ ജെനിറ്റ്സു താൻസ്രോയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജെനിറ്റ്സുവിന് ഒരു ഡീമൺ സ്ലെയർ ആവാൻ ആഗ്രഹമില്ലായിരുന്നു. അവന്റെ മുത്തശ്ശന്റെ ആഗ്രഹപ്രകാരമാണ് അവനൊരു ഡീമൺ സ്ലെയർ ആയത്. ജെനിറ്റ്സു ഭയങ്കര പേടിത്തൊണ്ടരാണ്, അതുകൊണ്ട് തന്നെ ഡീമൺസിന്റെ അവൻ പെട്ടെന്ന് മരിച്ചു പോകുന്നതാണ് അവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. താൻസ്രോ ജെനിറ്റ്സുവിനോട് പറയുവാണ്, നീ ഒരു ഡീമൺ സ്ലെയർ ആണ്, നിനക്ക് ഒരുപാടധികം മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, നമുക്ക് ഒന്നിച്ച് മിഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ജെനിറ്റ്സുവിനോട് താൻസ്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയാണ്. താൻസ്രോ ജെനിറ്റ്സുവിനോട് ചോദിക്കുകയാണ്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇത് കേട്ട് ജെനിറ്റ്സു പറയുന്നു, ഞാൻ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ചെറുതായിട്ട് വിശങ്ങുന്നുണ്ട്. ഇത് കേട്ട താൻസ്രോ അവന്റെ കയ്യിലുണ്ടായിരുന്ന റൈസ് ബോൾ നമ്മുടെ ജെനിറ്റ്സുവിന് കൊടുക്കുകയാണ്. ഇത് കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ജെനിറ്റ്സു താൻസ്രോയോട് ചോദിക്കുവാണ്, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? അന്നേരം താൻസ്രോ പറയുന്നുണ്ട് ഇല്ലെന്ന്. അങ്ങനെ ആ റൈസ് ബോൾ പകുതിയാക്കി ഒരു പീസ് താൻസ്രോയ്ക്കും കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അത് കഴിച്ചുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് താൻസ്രോ ജെനിറ്റ്സുവിനോട് പറയുവാണ്, നിന്റെ കാര്യങ്ങളെല്ലാം നിന്റെ കിളി എന്നോട് പറഞ്ഞായിരുന്നു, നിനക്കൊരു ഡീമൺ സ്ലെയർ ആവാൻ ആഗ്രഹമില്ലെന്നും അതുപോലെ തന്നെ നിനക്ക് ഡീമൺസിനെയൊക്കെ ഭയങ്കര പേടിയാണെന്നും ആ കിളി എന്നോട് പറഞ്ഞു. ഇത് കേട്ട് ജെനിറ്റ്സു ചോദിക്കുവാണ്, നിനക്ക് ആ കിളി പറയുന്നതെല്ലാം മനസ്സിലായോ, നിനക്ക് ബേർഡ്സ് ലാംഗ്വേജ് അറിയാമെന്ന് ചോദിക്കുവാണ്. അതെ എന്നും താൻസ്രോ പറയുന്നു. ഇതേ സമയത്ത് താൻസ്രോയുടെ കാക്ക വന്നതെന്ന് അലച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്കുള്ള അടുത്ത അസൈൻമെന്റ് റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ട് താൻസ്രോ പറയാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ പോകാമെന്ന്. ഇത് കേട്ടിട്ട് ജെനിറ്റ്സു ഒന്ന് ഇല്ലാതായി പോവാണ്. കാരണം ആ കാക്ക സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. അങ്ങനെ അവർ രണ്ടുപേരും ഒരു കാട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ജെനിറ്റ്സു പറയുവാണ്, ഡീമൺസ് എന്നൊക്കെ പറയുന്നത് എനിക്ക് ഭയങ്കര പേടിയായിട്ടുള്ള ഒരു കാര്യമാണ്, ഞാൻ അവരെ കണ്ട ഉടനെ തന്നെ ഞാൻ ബോധം കെട്ട് വീരും, അതുകൊണ്ട് തന്നെ ഞാനിവിടെ നിൽക്കാം, നീ പൊക്കോളാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിറ്റ്സു. അങ്ങനെ അവർ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു വീട് കാണുന്നത്. നോക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വീട്, ഇവിടെ ആൾതാമസം ഒന്നും ഇല്ലെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നോക്കുന്ന സമയത്ത് താൻസ്രോയ്ക്ക് മനസ്സിലാവാണ് അവിടെ ഡീമൺസിന്റെ സ്മെല്ല്. ജെനിറ്റ്സുവിനോട് പറയുവാണ്, ഇവിടെ ഡീമൺസ് ഉണ്ട്, എനിക്കിവിടെ ഡീമൺസിന്റെ സ്മെല്ല് കിട്ടുന്നുണ്ട്, പക്ഷേ കുറെ അധികം ഡീമൺസിന്റെ സ്മെല്ല് എനിക്ക് കിട്ടുന്നു, എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ജെനിറ്റ്സു ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നിട്ട് ജെനിറ്റ്സു പറയാണ്, എനിക്കിവിടെ സ്മെല്ലായിട്ടൊന്നും കിട്ടുന്നില്ലല്ലോ, പക്ഷെ എനിക്ക് കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്, ആരോ കരയുന്ന പോലത്തെ ശബ്ദം എന്നൊക്കെയാണ് നമ്മുടെ ജെനിറ്റ്സു പറയുന്നത്. ഇത് കേട്ട് താൻസ്രോ ചോദിക്കാണ്, ശബ്ദമോ, എന്ത് ശബ്ദം എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവിടെ രണ്ട് കുട്ടികൾ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്തോട്ട് പോവാണ് നമ്മുടെ താൻസ്രോ. എന്നിട്ട് ചോദിക്കുവാണ്, എന്ത് പറ്റി, നിങ്ങൾ എന്തിനാ കരയുന്നത്, ഇത് നിങ്ങളുടെ വീടാണോ എന്ന് ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ താൻസ്രോ. ഇത് കേട്ടിട്ട് അവരൊന്നും മിണ്ടുന്നില്ല. ഇതേ സമയം തന്നെ താൻസ്രോയ്ക്ക് മനസ്സിലാവാണ് അവര് ഞങ്ങളെ കണ്ട് പേടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് അവരൊന്നും മിണ്ടാത്തതെന്ന്. ജെനിറ്റ്സുവിന്റെ കിളി കാണിച്ചിട്ട് ആ കുട്ടികളെ സമാനതപ്പെടുത്തുവാണ്. ഇതേ സമയം നമ്മുടെ താൻസ്രോ ആ കുട്ടികളോട് ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങളുടെ വീടാണോ എന്ന്. അന്നേരം ആ കുട്ടികൾ പറയുവാണ്, ഇത് ഞങ്ങളുടെ വീടൊന്നുമല്ല, ഞങ്ങൾ ഗ്രാമത്തിൽ നിന്നാണ് വരുന്നത്, ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളുടെ ചേട്ടനെ ഒരു ഡീമൺ പിടിച്ചുകൊണ്ട് പോയെന്ന് ആ കുട്ടി പറയുവാണ്. പോകുന്ന വഴിക്ക് ഞങ്ങളുടെ ചേട്ടന്റെ ബ്ലഡ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു, അതിനെ ഫോളോ ചെയ്താണ് ഞങ്ങൾ ഇവിടെ വരെ വന്നത്, ഇതൊരു ഡീമന്റെ വീടാണെന്ന് താൻസ്രോയോട് ആ കുട്ടികൾ പറയുവാണ്. ഇത് കേട്ടിട്ട് താൻസ്രോ പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കണ്ട, നിങ്ങളുടെ ചേട്ടനെ ഞാൻ രക്ഷിക്കാമെന്ന്. എന്നിട്ട് താൻസ്രോ, വാ ജെനിറ്റ്സു, നമുക്ക് ഇതിന്റെ അകത്തോട്ട് പോകണം, ഇവരുടെ ചേട്ടൻ അതിന്റെ അകത്തിലുണ്ട്, അവനെ രക്ഷിച്ച് നമുക്ക് പുറത്തു കൊണ്ടുവരണമെന്ന് പറയുവാണ്. ഇതേ സമയം തന്നെ ജെനിറ്റ്സു താൻസ്രോയോട് ചോദിക്കുവാണ്, താൻസ്രോ, നിനക്ക് ആ സൗണ്ട് കേൾക്കാനില്ലേ, ഒരു വിയേർഡായിട്ടുള്ള ഒരു സൗണ്ട്, എന്തോ ഒരു ഡ്രംസ് കൊട്ടുന്ന പോലത്തെ ഒരു സൗണ്ട് ആരാണ്ട് വായിക്കുവാണെന്ന് പറയുവാണ്. അങ്ങനത്തെ ഒരു വിയേർഡ് സൗണ്ട് എനിക്ക് കേൾക്കാനുണ്ടെന്ന് പറയുന്നത്. താൻസ്രോ പറയുവാണ്, എനിക്കൊരു ശബ്ദവും കേൾക്കാനില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ അവിടെ ഒരു വലിയൊരു ശബ്ദം തന്നെ ഉണ്ടാകുന്നു, ഒരു ഡ്രമ്മിന്റെ സൗണ്ട്. ഇതേ സമയം തന്നെ അവിടുത്തെ ജനലിൽ നിന്ന് ഒരാൾ തെറിച്ചു വീഴുന്നത്.
ഇത് കണ്ട ആ കുട്ടികളൊക്കെ പേടിക്കുക. ടാൻജറോ അയാളുടെ അടുത്തോട്ട് ഓടി ചെന്നിട്ട് ചോദിക്കുവാണ്, നിങ്ങൾക്ക് എന്ത് പറ്റി പറയാനെന്നോ പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് ശ്രമിച്ചതാ ആ ഡീമൻസിനെ എന്നൊക്കെ രക്ഷപ്പെടാൻ, പക്ഷെ എന്നെ കൊണ്ട് പറ്റി മരണമായിരിക്കും വിധിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ തന്നെ അയാൾ മരിക്കുവാണ്. ഇത് കണ്ടിട്ട് ടാൻജറോയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുവാണ്. ടാൻജറോ പറയുവാണ്, ഞാൻ കുറച്ചും കൂടെ നേരത്തെ മുമ്പ് വന്നായിരുന്നെങ്കിൽ എനിക്ക് ഇയാളെ രക്ഷിക്കായിരുന്നു, എന്നെ കൊണ്ട് അത് പറ്റിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടാൻജറോ. എന്നിട്ട് ടാൻജറോ ആ കുട്ടികളോട് ചോദിക്കുവാണ്, ഇതാണോ നിങ്ങളുടെ ചേട്ടൻ? ആ കുട്ടികൾ പറയുവാണ്, അല്ല, എന്റെ ചേട്ടൻ ഒരു ഓറഞ്ച് കളറിലുള്ള ഒരു ഡ്രസ്സായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്, ഇതിലെ ഞങ്ങളുടെ ചേട്ടൻ എന്ന് പറയുവാണ്. ടാൻജറോ ജെനിസിനോട് പറയുവാണ്, എന്നാൽ ഇതിന്റെ അതിൽ ഇനിയും മനുഷ്യന്മാർ കാണും, അവരെ എല്ലാവരെയും നമുക്ക് രക്ഷിച്ചേ പറ്റുള്ളൂ നമ്മുടെ ടാൻജറോ പറയുവാണ്. ജെനിസ് പറയുവാണ്, വേണ്ട ടാൻജറോ, നീ മണ്ടത്തരമാടാ കാണിക്കുന്നത്, നമ്മൾ അതിൻ്റെ അതിൽ പോയി ചത്തുപോയാൽ ഞാൻ എങ്ങനെയാടാ കല്യാണം കഴിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിക്സു. എന്നിട്ട് ടാൻജറോ എനിക്ക് അകത്ത് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ നെസ്കോ ഉള്ള പെട്ടി ആ കുട്ടികളെ ഏൽപ്പിച്ചിട്ട് ടാൻജറോ അകത്ത് പോകാൻ തീരുമാനിക്കുന്നു. ആ കുട്ടികളോട് പറയുവാണ്, നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായില്ല, ഈ പെട്ടി നിങ്ങളെ രക്ഷിക്കുമെന്ന്. എന്നിട്ട് ടാൻജറോ ആ വീടിന്റെ അകത്തോട്ട് പോകുന്നു. ഇത് കണ്ട് ജെനിക്സു, എടാ നീ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോലെ എനിക്ക് പേടിയാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ജെനിക്സുവും ടാൻജറോടോടെ പോവാണ്. ജെനിക്സു ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്ന കണ്ടുകൊണ്ട് ടാൻജറോ ചോദിക്കുവാണ്, എടാ നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? കഴിഞ്ഞ മിസ്സിൽ എന്റെ കൈയും കാലും ഒക്കെ ചെറുതായിട്ടൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്, എന്നിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, എന്നിട്ട് എനിക്ക് പേടിയില്ലല്ലോ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നതെന്ന് ചോദിക്കുവാണ് നമ്മുടെ ടാൻജറോ. ഇത് കേട്ടിട്ട് ജെനിക്സു അങ്ങ് ഇല്ലാതായി പോവാണ്. അയ്യോ ഞാൻ ചാവാൻ പോവാണ്, എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണ്, എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് നിലത്ത് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിക്സു. ഇതേ സമയം തന്നെ പുറത്തുണ്ടായിരുന്ന കുട്ടികൾ അകത്തോട്ട് കയറി വരികയാണ്. എന്നിട്ട് ആ കുട്ടികൾ പറയുവാണ്, നിങ്ങൾ തന്ന പെട്ടിക്കകത്ത് നിന്ന് കുറെ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നു, അത് കണ്ട് പേടിച്ചാണ് ഞങ്ങൾ ഇതിന്റെ അകത്തോട്ട് കയറി വന്നതെന്ന് പറയുവാണ്. എന്നിട്ട് ടാൻജറോ പറയുവാണ്, അതൊന്നും കുഴപ്പമില്ല, നിങ്ങൾക്ക് എന്ത് പ്രശ്നങ്ങളും ആ പെട്ടി നിങ്ങളെ രക്ഷിക്കും, ആ പെട്ടി നിങ്ങൾ സൂക്ഷിക്കണം, ആ പെട്ടി എന്റെ ജീവനാണെന്നൊക്കെ നമ്മുടെ ടാൻജറോ ആ കുട്ടികളോട് പറഞ്ഞു കൊടുക്കുവാണ്. ഇതേ സമയം തന്നെ അവിടെ വലിയ രീതിക്ക് തന്നെ ഡ്രംസിന്റെ ഒക്കെ ശബ്ദം കേൾക്കുന്നുണ്ട്. ജെനിസു ആണെങ്കിൽ ഭയങ്കരമായിട്ട് പേടിച്ച് നിൽക്കുവാണ്. അങ്ങനെ അറിയാതെ ടാൻജറോനെ ആ കുട്ടിയെ ഒരു റൂമിലോട്ട് ജെനിസു അറിയാതെ തള്ളിവിടുവാണ്. ഇതേ സമയം തന്നെ അവിടെ ഒരു ഡ്രംസിന്റെ ശബ്ദം കേൾക്കുന്നു. അതേസമയം തന്നെ ആ റൂം അങ്ങ് സ്പ്ലിറ്റ് ആയി പോവാണ്. അതായത് ആ റൂം വേറെ രീതിയിൽ ഓരോ രീതിയിലൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡ്രമ്മിന്റെ ഓരോ ശബ്ദം കേൾക്കുമ്പോഴും ആ റൂമൊക്കെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ്. ടാൻജറോയും ഒരു കുട്ടിയും വേറെ സ്ഥലത്തും, അതുപോലെ തന്നെ ജെനിസുവും ഒരു കുട്ടിയും വേറെ സ്ഥലത്തായിട്ട് മാറുന്നുണ്ട്. ടാൻജറോ അങ്ങനെ ആ കുട്ടിയോട് പറയാണ്, നീ ഒരു കാരണവശാലും പേടിക്കണ്ട, നിന്റെ ചേട്ടൻ ജെനിസുവിന്റെ കയ്യിലാണോ ഉള്ളത്, അവൻ നിന്റെ ചേട്ടനെ നോക്കിക്കോളൂ എന്ന് പറയുവാണ്. നിന്നെ ഞാൻ രക്ഷിക്കും, നിന്റെ മൂത്ത ചേട്ടനും ഇവിടുന്ന് രക്ഷിച്ചേട്ടായി നമ്മൾ പോത്തുള്ളെന്ന് നമ്മുടെ ടാൻജറോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് ആ കുട്ടിക്ക് കുറച്ച് ആശ്വാസമാവാണ്. അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങോട്ടൊരു ഡീമൻ വരുന്നത്. അതൊരു വലിയ ഡീമനാണ്. ആ ഡീമന്റെ ശബ്ദം ടാൻജറോ കേൾക്കുന്നുണ്ട്. ആ ഡീമന്റെ ദേഹത്ത് കുറെ ഡ്രംസ് ഒക്കെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട്. ടാൻജറോയ്ക്ക് ആ ഡീമനെ കാണാം, പക്ഷെ ഡീമന് നമ്മുടെ ടാൻജറോയെ കാണുന്നില്ല. ഇതേ സമയം മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ജെനിക്സു ആ കുട്ടിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജെനിക്സു ആ കുട്ടിയുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എടാ എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണ, എന്നെ ഇവിടെ നിന്ന് ഇറക്കണ, എടാ ദൈവത്തെ ഓർത്ത് എന്നെ ഇവിടെ നിന്ന് രക്ഷിക്കണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നാണം ഉണ്ടോടാ നിനക്ക്, നിന്നെക്കാട്ടി ഇളയല്ലേടാ ഞാനാണോടാ നിന്നെ രക്ഷിക്കേണ്ടി, നീ അല്ലേടാ എന്നെ രക്ഷിക്കേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കൊച്ചുകുട്ടി. ഇത് കേട്ട ജെനിക്സു പറയുവാണ്, നിനക്ക് ഇത്രയൊക്കെ ധൈര്യം ഉണ്ടോ എന്ന് എന്നെ രക്ഷിക്കണ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ കുട്ടിയോട്. ആ കുട്ടിയുടെ മുന്നിൽ നാടകണ്ടെന്ന് വിചാരിച്ച് ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് വന്ന വഴി തന്നെ തിരിച്ചു പോകാൻ നോക്കുവാണ് നമ്മുടെ ജെനിക്സു. കഥ തുറന്നു നോക്കുന്ന സമയത്ത് അവിടെ വേറൊരു റൂമുണ്ട്. ജെനിക്സു വിചാരിക്കുകയാണ്, എങ്ങനെയാണ് ഇവിടെ വേറൊരു റൂം വന്ന് ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് വിചാരിച്ചിരിക്കുകയാണ് നമ്മുടെ ജെനിക്സു. അങ്ങനെ അവിടെ കാണുന്ന എല്ലാ ഡോറും തുറന്നു നോക്കുവാണ് നമ്മുടെ ജെനിക്സു. പെട്ടെന്ന് ഇതാ അതിൻ്റെ അതിലൊരു മനുഷ്യൻ നിൽക്കുന്നു. ഒരു പന്നിയുടെ മാസ്ക് ഒക്കെ ഇട്ട ഒരു മനുഷ്യൻ. ഇതിനെ കണ്ട ഉടനെ തന്നെ നമ്മുടെ ജെനിക്സു കിടന്ന് അലയ്ക്കുക. അയ്യോ ഞാൻ ചാവാൻ പോകണേ, എനിക്കിനി കല്യാണം കഴിക്കാൻ പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് അലച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിക്സു. ഈ ശബ്ദം കേട്ട് ആ കാട്ടുപന്നിയുടെ മാസ്ക് ഇട്ട ആൾ അവിടുന്ന് ഓടിപ്പോവുകയാണ്. ജെനിക്സു വിചാരിച്ചു ആ പന്നിയുടെ മാസ്ക് ഇട്ട ആൾ ഇവനെ കൊല്ലാൻ വന്നയാണെന്ന്. അത് പറഞ്ഞുകൊണ്ട് ജെനിക്സു താരെ ഇരുന്നുണ്ട് അയ്യോ എന്നെ കൊല്ലലേ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ജെനിക്സു. ഇതേ സമയം തന്നെ മറ്റൊരു സ്ഥലത്ത് നമ്മുടെ ടാൻജറോ ആ ഡീമന്റെ അടുത്ത് പെട്ടിട്ടുണ്ടായിരുന്നു. ടാൻജറോ ആ ഡീമനെ കൊല്ലാൻ വേണ്ടി ആ കുട്ടിയോട് പറയുന്നു, നീ ഒരു സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് പോയി ഇരിക്കുക. ടാൻജറോ ആ ഡീമന്റെ തല വെട്ടാൻ വേണ്ടി കട്ടാണ എടുത്തുകൊണ്ട് അങ്ങ് ചാടുവാണ്. ടാൻജറോ ഇപ്പം ആ ഡീമന്റെ തല ഇപ്പൊ വെട്ടുടാന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന സമയത്താണ് ആ ഡീമന്റെ കയ്യിലുണ്ടായിരുന്ന ഡ്രമ്മിലോട്ട് ഒറ്റ കൊട്ടുന്നത്. ഇതേ സമയം ആ റൂം അങ്ങ് തിരിഞ്ഞു പോകാന്ന് എന്ന് വെച്ചാൽ റൊട്ടേറ്റ് ആയിട്ട് അതങ്ങ് തല തിരിഞ്ഞു പോകണം ആ റൂം. ടാൻജറോയും ഇപ്പൊ തലകുത്തനെയാണ് നിൽക്കുന്നത്, ആ ഡീമനും ഇപ്പം തലകുത്തനെയാണ് ഇരിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മുടെ ടാൻജറോയ്ക്ക് മനസ്സിലാവുന്നില്ല. ഇതേ സമയത്താണ് ആ വാൾ ഇടിച്ചു പൊളിച്ച് കാട്ടുപന്നിയുടെ മാസ്ക് ഇട്ട ഒരാൾ അങ്ങോട്ട് ചാടി വരുന്നത്. ആ ആളുടെ കയ്യിലുള്ളായിരുന്ന ആ വാൾ കണ്ടപ്പോൾ തന്നെ ടാൻജറോയ്ക്ക് മനസ്സിലായി ആ ആളൊരു ഡീമൻ സ്ലെയർ. ആ മാസ്ക് ഇട്ട ആള് ആ ഡീമനെ നോക്കി പറയാണ്, ഞാനിപ്പോ നിന്നെ കൊല്ലുവിടാന്ന് പറയുന്നിടത്ത് വെച്ചാണ് ഡീമൻ സ്ലെയർ എന്ന് പറഞ്ഞ ജാപ്പനീസ് ആനിമി സീരീസിന്റെ സീസൺ 1 അതിലെ 11ാമത്തെ എപ്പിസോഡ് തീരുന്നത്. സോ ആ മാസ്ക് ഇട്ട ആളുടെ പേര് ഇനോസ്കി എന്നാണ്. ഈ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. സോ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കി വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. സോ അടുത്ത ദിവസം അടുത്ത എപ്പിസോഡ് ആയിട്ട് വരാം. ബൈ.